നമസ്കാരം. പാലക്കാട്ടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ ന്യായീകരിക്കാൻ SDPIയെ കൂട്ടുപിടിച്ചു CPM. ഇന്നലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ആഘോഷിച്ച് SDPI പ്രകടനം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPM നേതാക്കൾ രംഗത്ത് വന്നത്. വർഗീയതയെ കൂട്ടുപിടിച്ചാണ് പാലക്കാട് UDF വിജയിച്ചതെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ ഇന്നും പ്രതികരിച്ചിരുന്നു. UDF പാലക്കാട് ഉണ്ടാക്കിയത് അപകടം പിടിച്ച വിജയ ഫോർമുലയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരേ സമയം BJPയെ ചാരിയും SDPIയെ ചാരിയും രാഷ്ട്രീയത്തിലെ അപകടം പിടിച്ച വിജയ ഫോർമുലയാണ് കോൺഗ്രസ് പാലക്കാട് ഉണ്ടാക്കിയത്. അതിൽ വോട്ടർമാർ വീണു പോവുകയായിരുന്നു. SDPI വളരുന്നത് BJPയെ ചാരിയാണ്. കേരളത്തിൽ UDF ന്യൂനപക്ഷ വിഭാഗീയതയ്ക്ക് പരവതാനി വിരിച്ചു കൊടുത്താണ് വളർന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ പാലക്കാട് BJP സ്ഥാനാർത്ഥിയെ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 10,000 വോട്ടുകൾ ഇത്തവണ കുറഞ്ഞു. ആ വോട്ടുകളിൽ ഇത്തവണ കുറവുണ്ടായത് രണ്ട് തരത്തിലാണ്. C കൃഷ്ണകുമാർ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന് പാലക്കാട് കുറച്ച് ഡീലുകൾ നടത്തണം, നഗരസഭയിലെ സ്ഥിരം സാന്നിധ്യം തുടരണം, അങ്ങനെയാണ്. അതുകൊണ്ട് C കൃഷ്ണകുമാർ തോറ്റതിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി സങ്കടമുണ്ടാകില്ല. എന്നാൽ BJPയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിപ്രായക്കേട് കാണിച്ചവർ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ കോൺഗ്രസിനാണ് വോട്ട് നൽകിയത്. പാലക്കാട് ഇടതുപക്ഷത്തിന്റെ വളർച്ച തടയിടാൻ ഒരുപോലെ ശ്രമിക്കുന്നവരാണല്ലോ BJPയും കോൺഗ്രസും. ഫലം എന്തായാലും പാലക്കാട് തന്നെ ഉറച്ചു നിൽക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് അങ്ങനെ തന്നെ തുടരും. വർഗീയതയെ കൂട്ടുപിടിച്ചതിലൂടെയാണ് കോൺഗ്രസിന് വിജയം നേടാൻ സാധിച്ചത്. UDFന് മതം പറയാനുള്ള ഏജന്റ് SDPI ആയിരുന്നുവെന്നും സരിൻ പറഞ്ഞു. സമാനമായ വാദം ആവർത്തിച്ചാണ് കൂടുതൽ നേതാക്കളും രംഗത്ത് വന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് CPM നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും വോട്ട് കൂട്ടാനായി. 40,000 വോട്ട് പിടിക്കാനാകുമെന്ന് കരുതിയിരുന്നു. കല്ലേറുകൾ കാര്യമാക്കുന്നില്ല. പാലക്കാട് കണ്ടത് SDPI, ജമാഅത്ത് ഇസ്ലാമി, UDF കൂട്ടുകെട്ടാണ്. അവരുടെ ഔദാര്യത്തിലാണ് UDF ജയിച്ചത്. ഇന്നലത്തെ SDPI ആഘോഷം കേരളത്തിനുള്ള താക്കീതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ വിജയത്തിന്റെ അവകാശം ആദ്യം ഉന്നയിച്ചത് മത തീവ്രവാദികളാണ്. UDF നേതാക്കളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല CPM പ്രവർത്തിക്കുന്നത്. ആക്ഷേപങ്ങൾ കേട്ടാൽ ക്ഷീണിച്ചു പോകുന്നയാളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു. UDF കോട്ട നിലനിർത്താൻ തന്റെ സഹായം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേട്. പാലക്കാട് CPM ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മാധ്യമങ്ങൾ നൽകിയില്ല എന്നും MB രാജേഷ് പറഞ്ഞു. അതേസമയം നവമാധ്യമ ഇടപെടലുകളിൽ അടിമുടി പ്രൊഫഷണലാകാനുള്ള CPMന്റെ ആദ്യ നീക്കം പാലക്കാട് പാളിയിരുന്നു. നടത്തിയ ആദ്യ പരീക്ഷണവും പാളി. പാലക്കാട് പി സരിനെ മുൻനിർത്തി പ്രചരണ തന്ത്രം ഒരുക്കിയത് ഈ പ്രൊഫഷണലുകളായിരുന്നു. എന്നാൽ ട്രോളി വിവാദവും പാതിര റെയ്ഡും എല്ലാം പൊളിഞ്ഞു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഫലം കണ്ടില്ല. പോരാളി ഷാജിയോളം പോകുന്നില്ല പുതിയ സംവിധാനം. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ സൈബർ വിഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും പാലക്കാടായിരുന്നു. എന്നാൽ വോട്ട് ഉയർന്നുവെങ്കിലും CPM ശക്തി കേന്ദ്രങ്ങളിൽ കോട്ടമാണ് സംഭവിച്ചത്. പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട തുടങ്ങിയ പേജുകളെ പരസ്യമായി വിമർശിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്കെതിരായ പ്രചാരണങ്ങൾ പ്രതിരോധിക്കാനും പാർട്ടിയും സർക്കാരും മുന്നോട്ട് വെക്കുന്ന പുരോഗമന വികസന കാഴ്ചപ്പാടുകൾ താഴെത്തട്ടിലെത്തിക്കാനും പ്രൊഫഷണൽ സംഘം വേണമെന്ന കാഴ്ചപ്പാട് ചർച്ചയായി. അങ്ങനെയാണ് പുതിയ സംവിധാനം എത്തിയത്. ഇതുവഴി വെട്ടുക്കളി ഗ്രൂപ്പുകളെ വെട്ടിനിർത്തുകയായിരുന്നു ലക്ഷ്യം. മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായ MV നികേഷ് കുമാർ പ്രൊഫഷണൽ സംഘത്തിന് നേതൃത്വം നൽകി. പക്ഷേ അടിമുടി പാളി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ CPM ഇനി തുടർ പ്രതീക്ഷ വെക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്നാൽ ഈ സംവിധാനം തുടരാൻ തന്നെയാണ് തീരുമാനം. നികേഷിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വാദം CPM തൽക്കാലം അംഗീകരിക്കില്ല. ഈ സംവിധാനം തുടരും. പാർട്ടി വിധേയരാകുന്ന സോഷ്യൽ മീഡിയ മാനേജർമാരെ നിയോഗിക്കുക തന്നെ ചെയ്യും. ഇതിന്റെ തലപ്പത്ത് നികേഷ് ഉണ്ടാകും. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വേതനം നൽകി മികവുള്ളവരെ പാർട്ടിക്ക് പുറത്തുള്ളവരാണെങ്കിലും നിയോഗിക്കാനായിരുന്നു തീരുമാനം.